ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദോശയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. എരിവിലേക്കായിട്ട് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ എണ്ണം കുറയ്ക്കാം. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി ക്യാരറ്റ്, 7-8 ബീൻസ്, 2 ഉരുളക്കിഴങ്ങ്, പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ചെറിയൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും മറ്റ് വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്തത്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിനും താഴെ വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ് ചേർത്തത്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടി കുറച്ച് മതി, കാരണം നമ്മൾ പച്ചമുളക് എരിവിലേക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റോളം വഴറ്റിയെടുക്കണം. ഇനി ഈ ഒരു കറിക്ക് ചെറിയൊരു പുളി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പകുതി തക്കാളിയും കൂടി ചേർക്കാം. ആവശ്യത്തിന് അരിഞ്ഞ മല്ലിയിലയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് താളിക്കാം, താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.